സ്വാലി, ആളെക്കൊല്ലി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഒപ്പം തന്നെ തെർമൽ ഡ്രോൺ പോലുള്ള സംവിധാനങ്ങൾ, 59ഓളം ക്യാമറകൾ, അങ്ങനെ ഒരുപാട് ആധുനിക സങ്കേതങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മനു, തീർച്ചയായും ടാപ്പിംഗ് തൊഴിലാളിയായ അബ്ദുൽ ഗഫൂർ മരിച്ചിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാകുന്നു. 3ാമത്തെ ദിവസമാണ് ദൗത്യം തുടരുന്നത്. 20 അംഗ സംഘങ്ങൾ, 20 പേരടങ്ങുന്ന 3 ടീമുകളായി 60 പേരാണ് ഇപ്പോൾ ഇന്നും ഈ പരിശോധനയ്ക്കായി കാട്ടിലേക്ക് തിരിക്കുക. രാവിലെ ഇന്നലത്തെ ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ക്യാമറയിൽ ഈ സംഭവം നടന്നതിന് ഏതാണ്ട് അടുത്തുള്ള ഒരു ക്യാമറയിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഇന്നും ഈ പ്രദേശത്തുള്ള ക്യാമറകൾ പരിശോധിക്കേണ്ടതുണ്ട്. 50ഓളം ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തെർമൽ ഡ്രോൺ നിരീക്ഷണമെല്ലാം ഇന്നലെയും ഉണ്ടായിരുന്നു. പക്ഷേ കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, 2 കുങ്കിയാനകളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് കോന്നി സുരേന്ദ്രനും തൊട്ട് താഴെ നിൽക്കുന്നത് കുഞ്ചുവുമാണ്. ഇവരെ ഉപയോഗിച്ചായിരിക്കും മറ്റ് ഈ മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. അതിനുള്ള പൂർണ്ണ സജ്ജമായ ടീമാണ് ഉള്ളത്. പക്ഷേ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. ഈ സംഭവം നടന്നതിൻ്റെ ഈ ഏതാണ്ട് കിഴക്ക് ഭാഗത്തായിട്ടുള്ള ഒരു ക്യാമറയിലാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നത്. അതനുസരിച്ച് ഈ ഭാഗത്ത് കൂടുതൽ ആളുകളെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്താൻ സാധിക്കില്ല. അതേസമയം ഇന്നുകൂടെ അതിൻ്റെ സമീപത്തെ ക്യാമറകൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും അവിടെ തന്നെ ഉണ്ടോ എന്ന ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ കുങ്കിയാനകളുമായി മുകളിലേക്ക് പോകും. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം, ഞങ്ങൾ ഈ നിൽക്കുന്നത് അടക്കാക്കുണ്ടിലെ ഒരു സ്കൂളിലാണ്. സ്കൂളിൽ തന്നെ ഇവരെല്ലാം തന്നെ ഉണ്ട്. അല്പസമയത്തിനകം ഈ സ്വാലി, ഈ അടക്കാക്കുണ്ട് മലയുടെ താഴ്വാരത്തല്ലേ ഇന്നലെ ഈ ക്യാമറയിൽ കടുവ പതിഞ്ഞത്, ദൃശ്യങ്ങൾ പതിഞ്ഞത് അല്ലേ? തീർച്ചയായും അടക്കാക്കുണ്ട് റാവുത്തൻ മല എന്നാണ് അതിന് ഈ നാട്ടുകാർ പറയുന്ന ഒരു പേര്. അതിൻ്റെ സമീപത്തുള്ള നമ്മൾ ഈ തോട്ടത്തിൻ്റെ, റബ്ബർ തോട്ടത്തിൻ്റെ തൊട്ടടുത്തായി ഒരു അരുവിയോട് ചേർന്നും അതോടൊപ്പം ഈ തോട്ടത്തിലുമാണ് ഇന്നലെ കൂട് സ്ഥാപിച്ചിരുന്നത്. ഈ കൂട് സ്ഥാപിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്തുള്ള ഒരു ക്യാമറയിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ അത് മറ്റ് അതിൻ്റെ സമീപത്തുള്ള ക്യാമറകളിൽ ഒന്നും തന്നെ പതിഞ്ഞിരുന്നുമില്ല. അതുകൊണ്ട് ഇത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് നടക്കുന്നില്ല എന്നൊരു വിലയിരുത്തലിലാണുള്ളത്. ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലായാണ് ഈ 50 ക്യാമറകളും സ്ഥാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇന്നും ഈ ദൃശ്യങ്ങൾ വളരെ കാര്യക്ഷമമായി തന്നെ പരിശോധിക്കും. അതിനായി പ്രത്യേക സംഘം തന്നെ, വനംവകുപ്പിൻ്റെ സംഘം തന്നെ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് ഇന്ന് കടക്കുക. മനു.